പിന്നെപ്പോ ഇന്ന് രാത്രി ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന ദിവസമാണ്. ഒരു കൊല്ലം വരെ ഉണ്ടാകാൻ പോകുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ മുഴുവനും രേഖകൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മലായിക്കത്ത് എഴുതാൻ തുടങ്ങുന്ന ദിവസമാണ്. ഈ എഴുതിയെടുത്ത റെക്കോർഡ് ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഓരോ വിഭാഗം മലായിക്കത്ത് ഒരു കൊല്ലം വരെ അതാത് കാര്യങ്ങളിൽ ചെയ്യേണ്ട, കേരളത്തിന്റെ നാളെ എന്ന് പറയണ്ട, ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോ ഇവിടുത്തെ അവസ്ഥയെ പറഞ്ഞ്, നാളെ നാട്ടിലാണെങ്കിൽ നാളെ ഓട്ടെ. അപ്പോ ഈ ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കുന്ന ദിവസമാണ്, ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ദോഷം പൊറുക്കാൻ ഏറെ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദോഷം പൊറുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുക, രണ്ട് സൂറത്ത് ദുഖാൻ ഓതുക. ഇത് എന്നുള്ളതാട്ടോ, 365 ദിവസം ഉള്ളതാണ്. എപ്പോഴാണോ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്നും രാത്രി ഒരു പ്രാവശ്യമെങ്കിലും സൂറത്ത് ദുഖാൻ ഓതൽ സുന്നത്തുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ഓതിയിരുന്നു. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചതാണ്, ഒരു രാത്രി ഒരാൾ സൂറത്ത് ദുഖാൻ ഓതിയാൽ ആ ഒരു ദിവസം അവൻ ചെയ്ത ദോഷങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ എന്നും ഓതണം. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കപ്പെടുന്ന രാത്രിയാവുന്ന ബറാഅത്തിന്റെ രാത്രി മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം ഒരു ദുഖാൻ സൂറത്ത് ഓതിയാൽ, മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷം നല്ല സുബിയാണ് ഇതിന്റെ ഇടക്ക്, എപ്പോഴും പറ്റും. മഗ്‌രിബ് മുതൽ തുടങ്ങി സുബിയാണ് ഇതിന്റെ ഇടക്ക് ഒരു സൂറത്ത് ദുഖാൻ നമ്മുടെ ദോഷം പൊറുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓതിയാൽ സാധാരണഗതിയിൽ പൊറുക്കാൻ സഹായിക്കുന്ന സൂറത്താണ്. ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കുന്ന രാത്രിയാണ്. ആ പൊറുക്കപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ ഇത് കാരണമാകും. അതുകൊണ്ട് ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടി സൂറത്ത് ദുഖാൻ ഓതുക. എന്നും ഓതണം, എന്നും ഓതിയാൽ എന്നും ദോഷം പൊറുക്കപ്പെടും. രണ്ടാമത് യാസീൻ സൂറത്ത് നമ്മൾ എന്ത് നിയ്യത്ത് ചെയ്തുകൊണ്ടാണോ ഓതുന്നത് ആ ഉദ്ദേശങ്ങളെ മുഴുവനും അല്ലാഹു തആല യാസീൻ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി തരും എന്ന് ഹദീസിലുണ്ട്. അപ്പോ ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്നതും അള്ളാഹുവിന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ചൊരിയുന്നതും ഏറ്റവും കൂടുതൽ ദോഷം പൊറുക്കുന്നതും രാത്രി. നമുക്ക് ഒരു മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും രേഖപ്പെടുത്തപ്പെടുന്ന ദിവസം ലൈലത്തുൽ ബറാഅത്തിന്റെ അന്നാണെങ്കിൽ ഒന്നാമത് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ആയുസ്സിൽ ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. ദീർഘായുസ്സിന് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോളി, പക്ഷെ അതിനെക്കാട്ടിലും ഫലപ്രദം ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ യാസീൻ ഓതുമ്പം ഒന്നും ഉദ്ദേശിക്കേണ്ടത് നമ്മൾ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആയുസ്സിൽ ബറക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ 90 വയസ്സ് കണക്കാക്കിയവന് രാത്രി യാസീൻ ഓതിയാൽ 110 ആവും എന്നുള്ള അർത്ഥമല്ല. അങ്ങനെ വെക്കാം, അങ്ങനെ വെക്കണതിന് തെറ്റില്ല. പക്ഷെ അതിനേക്കാളും ജീവിക്കുന്ന കാലം ഫലപ്രദമാകുക, ദീനിലും ദുനിയാവിലും സ്വന്തത്തിനും കുടുംബത്തിനും മുസ്ലിം സമുദായത്തിനും ഒക്കെ ഉപകാരപ്രദമാകുക. ഉദാഹരണം പറഞ്ഞാല് 45 വയസ്സാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജീവിച്ചത്. ഒരു 1000 കൊല്ലം ജീവിച്ചാൽ ഒരു മനുഷ്യന് ചെയ്താവുന്നതിനേക്കാൾ ഖൈറ് ഈ 45 കൊണ്ടിട്ട് വെച്ചിട്ടാണ് മഹാനവർകൾ പോയത്. 54 വയസ്സാണ് ഇമാമിനെ ഷാഫി റഹിക്കുന്നതിനെക്കാട്ടിലും ബറക്കത്തും ഖൈറും ഈ 54 കൊല്ലം കൊണ്ട് ഷാഫി റളിയല്ലാഹു തആല തങ്ങൾ നേടിയെടുത്തു പോയി. അതുപോലെ തന്നെ 55 വയസ്സാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജീവിച്ചത്. ഒരു 1500 കൊല്ലം ജീവിച്ചാൽ ഒരു മനുഷ്യന് നേടാവുന്നതിനേക്കാൾ ഖൈറ് നേടിയിട്ടാണ് മഹാനവർകൾ പോയത്. ഇങ്ങനെ ജീവിക്കുന്നത് പണ്ട് ടിപ്പു സുൽത്താൻ പറഞ്ഞില്ലേ, 1000 കൊല്ലം എലിയായി ജീവിക്കുന്നതിനേക്കാൾ ഒരു സായത്ത് പുലിയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതാണ് ആ ജീവിതത്തിലെ ബറക്കത്ത്. ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടി കരുതിയിട്ട് ഓതുക. 2 റിസ്ഖിൽ വിശാലതയ്ക്ക് വേണ്ടി. അതെല്ലാം പെട്ട്, റിസ്ഖിൽ വിശാലത പറഞ്ഞാൽ ജോലിയിലുള്ള ബറക്കത്ത് പെട്ട്, ബിസിനസ് ഏർപ്പാടുകളിലുള്ള ബറക്കത്ത് പെട്ട്, എല്ലാ കാര്യങ്ങളും പെട്ട്. മറ്റൊന്ന് തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ സ്നേഹജനങ്ങൾക്കും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കന്മാര്, പ്രവർത്തകന്മാര്, സഹകാരികൾക്കൊക്കെ വേണ്ടിയിട്ട് ഖൈറിനും ബറക്കത്തിനും വേണ്ടിയിട്ട് എല്ലാം പെട്ടല്ലോ. ഇനിയിപ്പോ അതിൽ പെടാത്തൊന്നുമില്ല. ഒന്ന് ആയുസ്സിന്റെ ബറക്കത്ത്,
2 റിസ്ഖിന് വിശാലത, 3 തനിക്കും കുടുംബത്തിനും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകൾക്കും, ഉലമാക്കള്, നേതാക്കന്മാര്, പ്രവർത്തകന്മാര്, സഹകാരികളൊക്കെ പെട്ട് അവർക്കൊക്കെ ഖൈറിനും ബറക്കത്തിനും വേണ്ടി. അപ്പോ തനിക്കും തന്റെ കുടുംബത്തിനും പെട്ട്, ജീവിതത്തിനും റിസ്ഖിനും പെട്ട്, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ഉദ്ദേശിച്ചുകൊണ്ട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക, യാസീന്, സൂറത്തു ദുഖാന്, അതുപോലെ എന്നും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വിളിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞതാണല്ലോ, യഗ്ഫിറു ലക ദംബക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും, ചെറുതും വലുതും, അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും ഒക്കെ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദോഷം പൊറുക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് തസ്ബീഹ് നിസ്കാരം. സുബിയാണതിന്റെ അടുക്ക് ഒരു തസ്ബീഹ് നിസ്കാരം 1, 2, 3 വട്ടം നിസ്കരിച്ചോളൂ. ഓരോരുത്തന്റെ ഉന്മേഷവും സൗകര്യവും പോലെയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ തസ്ബീഹ് 2235 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് അവന്റെ ദീനിന്റെയും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കാൻ, എല്ലാ കുടുക്കിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും സലാമത്താക്കാൻ ഇത് മതി. വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി കടലിന്റെ അടിയിൽപ്പെട്ട് അതിലേറഞ്ഞൊരു വിഷമം ഒരു മനുഷ്യന് ദുന്യാവിൽ വരാനില്ല. ആ സമയത്ത് മഹാനവർകള് ഫനാദാ ഫി ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ചൊല്ലിയപ്പോൾ ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അദ്ദേഹത്തിന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്യുകയും അദ്ദേഹത്തെ ആ വിഷമത്തിൽ നിന്നിട്ട് നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ് നിർത്താതെ ഖുർആൻ പറയുന്നു വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഈ വിഷമത്തിൽ നിന്നിട്ടും ഈ കുടുക്കിൽ നിന്നിട്ടും ഞാൻ രക്ഷപ്പെടുത്തിയതുപോലെ മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. അപ്പൊ 2235 വട്ടം തരുന്ന അതിന്റെ അബ്ജദിന്റെ അതനുസരിച്ച് അതിന്റെ മജ്മൂ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ പറഞ്ഞോട് തെറ്റിനോ? അതെ 2375 മറ്റേ എണ്ണം പറഞ്ഞ് കാണാതെ പറഞ്ഞ് പച്ചു വരാം. 2375 വട്ടം. അത് എല്ലാ ദുന്യവിയും മുഖറവിയുമായ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടാനും എല്ലാ കുടുക്കിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും എത്ര തന്നെ ഞെരുക്കുണ്ടെങ്കിലും അതിൽ നിന്ന് സലാമത്താകാനും കാരണമാവും. കാരണം ഇതിന്റെ മേലെ എന്താ ഉടുക്ക്? യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മത്സ്യം വിഴുങ്ങുകയും മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി മത്സ്യം കടലിന്റെ അടിയിലേക്ക് താഴ്ന്നുപോയി. അങ്ങനെ കടലിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, കാർമേഘത്തിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഇരുട്ട്, ഈ ഇരുട്ടറക്കുള്ളിൽ കിടന്നുകൊണ്ട് ഇതിലേറഞ്ഞൊരു വിഷമം ഈ ലോകത്തൊരു മനുഷ്യന് വരാനില്ല. ആ സമയത്ത് മഹാനവർകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ്, ആ തസ്ബീഹ് കൊണ്ട് ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മ്, നാം മഹാനവർകൾക്ക് തന്റെ ദുആക്ക് ഉത്തരം ചെയ്യുകയും അദ്ദേഹം കുടുങ്ങിയതായിരിക്കുന്ന ആ മുഷിപ്പ്, ആ വിഷമത്തിൽ നിന്നിട്ടും നമ്മൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു തമ്പുരാൻ കൂട്ടിപ്പറയുന്നു വകദാലിക നുൻജിൽ മുഅ്മിനീൻ, വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ലോകത്തുള്ള മുഅ്മിനീങ്ങളെ അവരുടെ ഏത് പ്രയാസങ്ങളിലും വിഷമങ്ങളിൽ നിന്നിട്ടും ഞാൻ രക്ഷപ്പെടുത്തും. 2375 എന്ന് പറഞ്ഞാൽ ശരി, മറ്റേ നേരത്തെ ഹിഫ്ദ് എന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ, മനസ്സിലായില്ലേ? 2375 അതാണ് ശരി. അതെന്താ വെച്ചാല് ഈ ആയത്തിന്റെ ഹർഫുകൾ അബ്ജദിന്റെ കണക്കനുസരിച്ച് അതിന്റെ മൂല്യം കണക്കാക്കി മഹാന്മാരായ മുൻഗാമികളായ ഇമാമിങ്ങൾ പറഞ്ഞതാണ്. അതനുസരിച്ച് 2375 വട്ടം തസ്ബീഹ് ചൊല്ലുക. എല്ലാ പ്രയാസത്തിൽ നിന്നിട്ടും അല്ലാഹു തആല സലാമത്താക്കും, ദോഷങ്ങൾ പൊറുക്കും. അങ്ങനെ
അതിന് കുറച്ച് സമയം എടുക്കണം. അതിന് തിരക്കൂട്ടി എടുക്കും പോകാനില്ലല്ലോ. സുബിയാണതിന്റെ ഇടയ്ക്ക് എപ്പോഴും ചെയ്താൽ മതി. ഇത് മഗ്രിബ് മുതൽക്ക് സുബ്ഹി ആവുന്നതിനിടക്ക് എപ്പോൾ ചെയ്താലും മതി. സൗകര്യം പോലെ ദിക്റുകളിലും ദുആകളിലും നിസ്കാരത്തിലും ഖുർആനോത്തിലും സാധിക്കുന്നവർ ദാനധർമ്മം ചെയ്തും ഒക്കെ സൽക്രമങ്ങൾ ചെയ്ത് സജീവമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ദുആ വസിയ്യത്ത് ചെയ്തവർക്കുമെല്ലാം ഖൈറായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഏറ്റി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. My heart is so full of longing. I wish to be close to my beloved. I dream to walk in the streets of Medina and to quench the thirst of my spirit by visiting you, Muhammad.